ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്നാന്ന് വെച്ചാൽ നിങ്ങളെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്ന ഒരു സെറാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാന്നുള്ളതും ഇതെങ്ങനെ സൂക്ഷിച്ച് വെക്കാന്നുള്ളതും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കൂടെ കാണാം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ദയവേതൊന്ന്, ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റാണ് കേട്ടോ. ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ്, അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം ക്യാരറ്റിൻ്റെ നീര് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അത്രയും ക്യാരറ്റ് അത്ര മതി. ഒരു ചെറിയതോ അല്ലെങ്കിൽ ഒരു മീഡിയം സൈസുള്ളതോ എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചിരകി എടുക്കുക കേട്ടോ. അപ്പോൾ തൊലി കളഞ്ഞ് നല്ല കഴുകി വൃത്തിയാക്കിയ ക്യാരറ്റ് വേണം നമ്മൾ ഇതുപോലെ ചിരകി എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് തന്നെ നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചിരകി എടുക്കണം. ഇല്ലാന്നാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊട്ടും വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നല്ലൊരു പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഒരു സെറം ഉണ്ടാക്കുന്ന രീതിക്ക് അതിൻ്റെ ഒരു നീര് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചിരകി എടുക്കുക തന്നെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരകി എടുക്കുന്നത്. നിങ്ങളിങ്ങനെ എന്താ പറയുക, കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതേപോലെയുള്ള സ്ക്രാപ്പർ, അതേപോലെ അലോവേര ജെല്ല്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മളിങ്ങനെ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലോണം നമുക്ക് നീര് കിട്ടും. നല്ല ഫ്രഷായിട്ട് ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണിത്. അപ്പോൾ ഒരു ബൗളെടുത്ത് വെക്കുക. ആ ബൗളിലേക്ക് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. പിന്നെ ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഗ്ലിസറിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്ലിസറിനെല്ലാം വളരെ ചീപ്പ് റേറ്റിന് നമുക്ക് മെഡിക്കൽ ഷോപ്പിലെല്ലാം കിട്ടുന്ന സാധനമാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലും കൂടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 ടീസ്പൂണോളം റോസ് വാട്ടറാണ് കേട്ടോ. സാധാരണ വെള്ളമൊന്നും എടുക്കരുത്, റോസ് വാട്ടർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മുടെ അലോവേര ജെല്ല് ശരിക്കും അങ്ങോട്ടേക്ക് മിക്സായി കിട്ടൂല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂണ് ആൽമണ്ട് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൽമണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലോ ഒലീവ് ഓയിലോ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചെടുക്കാനും കുറേ സമയം പിടിച്ചിട്ട് പിന്നെ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഒരു ബോട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടും. പിന്നെ എപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ കുപ്പി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള സ്പ്രേ ബോട്ടിലോ സെറം ബോട്ടിലോ നിങ്ങളടുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അടച്ചു വെച്ച് സൂക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ ഒരു ചെറിയ തണുപ്പും ഉണ്ടാവും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ മുഖം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. രാവിലെ എണീച്ചിട്ട് അങ്ങ് കഴുകിക്കളയുക, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ക്യാരറ്റ് ജ്യൂസ് കുടിച്ചാൽ തന്നെ നമ്മൾ നല്ല നിറം വെക്കും എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മളിങ്ങനെ മുഖത്തേക്ക് അടിച്ചിട്ട് ഉപയോഗിച്ചാലും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 10 ദിവസത്തോളം സൂക്ഷിച്ചിട്ട് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ള അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.